സൈക്കോ ക്രിമിനലിനെ സർക്കാർ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്? ഇയാൾ രക്ഷപ്പെട്ടാൽ രാജ്യത്തിന്റെ തെരുവിലൂടെ നടക്കുന്ന ഏതൊരു പെൺകുട്ടിയും ഏതു നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന് ചിന്തിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിൽ ഒരു കടിക്കുന്ന പട്ടിയുണ്ടെങ്കിൽ അതിനെ നമ്മൾ തുടലിൽ പൂട്ടിയിടുകയല്ലേ സാധാരണ ചെയ്യുക? അതോ പറമ്പിലേക്ക് അഴിച്ചു വിടുമോ? 2 കൈയുള്ള ആളുകളെക്കാൾ അപകടകാരിയാണ് എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ ഇയാളെ ആഭ്യന്തര വകുപ്പ് ഇത്രമേൽ നിസാരവൽക്കരിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി സമാധാനം പറഞ്ഞല്ലേ മതിയാവൂ? എന്റെ ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി, പണ്ട് 6 മണി സമയത്ത് നടത്തിയ ഒരു പത്രസമ്മേളനം താങ്കൾക്ക് ഓർമ്മയില്ലേ? അതുപോലൊരു പത്രസമ്മേളനം നടത്തി ഒരു വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി അങ്ങേക്ക് ധൈര്യമുണ്ടോ? പഴയതുപോലെ ഇതും സർക്കാരിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന് ദയവ് ചെയ്ത് പറയരുത്, കേട്ടുമടുത്തു അതുകൊണ്ടാ. പിന്നെ മറ്റൊരു കാര്യം, ഗോവിന്ദചാമി ചാടിയ മതിൽ കണ്ടു. 6.5 ലക്ഷം കോടി രൂപ കടമെടുത്ത കൂട്ടത്തിൽ ഒരു